ഹലോ, വെൽക്കം ടു മൈ ബെറ്റർ ഹോം. ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്പേസിൽ വളരെ അടിപൊളിയായിട്ട് മോഡേൺ സ്റ്റൈലിൽ ഇൻറ്റീരിയർ ചെയ്ത ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വീടിനെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ഫ്ലാറ്റ് സ്പേസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സ്പേസ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. സ്പേഷ്യൽ പ്ലാനിങ് എന്ന് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ ഫർണിച്ചറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നടക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് നന്നായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ വീട്ടിൽ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, കോഴിക്കോട് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻറ്റീരിയർ ഫേം ആയിട്ടുള്ള ജി ഹോം ഇൻറ്റീരിയേഴ്സ് ആണ്. അവരുടെ വർക്കുകൾ മുന്നേ നമ്മൾ മൈ ബെറ്റർ ഹോമിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകളൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ലിവിങ് സ്പേസിലാണ്. അപ്പം ഫ്ലാറ്റ് ആകുമ്പോൾ നമുക്കറിയാം എക്സ്റ്റീരിയർ സൈഡ് എല്ലാവർക്കും കോമൺ ആയിരിക്കും. നേരെ ഇൻറ്റീരിയർ സ്പേസിലേക്ക് വരികയാണെങ്കിൽ നേരെ കയറി വരുന്നത് ഈ ഒരു ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 5 മീറ്ററാണ് ഇവിടെ നീളം വരുന്നത്, 3.60 ഇവിടെ വീതി വരുന്നത്. അതിൽ 3 പേർക്ക് ഇരിക്കാവുന്ന ഒരു സോഫ സീറ്റർ അവിടെ നൽകിയിരിക്കുന്നു, 2 പേർക്ക് ഇരിക്കാവുന്ന ഒരു സോഫ സീറ്റർ ഇവിടെയും. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു TV യൂണിറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അത് ഈ ഒരു ഫ്ലാറ്റിന് അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് അത്യാവശ്യം ഫർണിച്ചർ ഇട്ട് കഴിഞ്ഞാലും വലിയൊരു സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ ഇങ്ങനെ ചെയർ നൽകിയിരിക്കുന്നു. ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് ബെഞ്ചാണ് നൽകിയിട്ടുള്ളത്. വാളിനോട് ചേർത്ത് തന്നെ പ്ലൈവുഡിലൊരു ബെഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കുഷൻ വർക്കുകൾ ചെയ്തിരിക്കുകയാണ്. മക്കളൊക്കെ ആണെങ്കിൽ ഒത്തിരി ആളുകൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു വാൾ പിക്ചർ സീരീസ് ഈ ഭാഗത്ത് വാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡെക്കോറിൻ്റെ കാര്യത്തിൽ ഈ ഒരു ഫ്ലാറ്റ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഈ ഭാഗത്തൊരു കൺസോൾ യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതിൽ കോഡ്സിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ നൽകി ഗോൾഡൻ ടിൻറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ഒക്കെ നൽകി അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നു. വാഷ് ഏരിയ നൽകിയിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. വാഷ് ഏരിയ ഒരു മോഡേൺ സ്റ്റൈലിൽ ഒരു മെറൂൺ ടച്ച് വരുന്ന ബാക്ക് പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ ലാമിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ബാക്ക് പാനലിംഗ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഫ്ലൂട്ടഡ് അക്രിലിക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാനിറ്റി കൗണ്ടർ ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ക്രോക്കറി ഷെൽഫ് നോക്കൂ, എന്ത് ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിലൊരു ഗോൾഡൻ ഫിനിഷ് വരുന്ന പാത്രങ്ങളാട്ടോ മുഴുവൻ വെച്ചിരിക്കുന്നത്. എല്ലാ പാത്രത്തിനും ആ ഒരു ഗോൾഡൻ ടച്ച് നമുക്ക് കാണാൻ സാധിക്കും. 3 ബെഡ്റൂമുകളാണ് ഈ ഒരു ഫ്ലാറ്റിലുള്ളത്. 3 നമുക്ക് വിശദമായിട്ട് കാണാം. അതിനു മുമ്പ് ഇത് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനെ നമുക്ക് ശരിക്കൊന്ന് പരിചയപ്പെടാം. സോ നമ്മുടെ കൂടെ ഉള്ളത് ജി ഹോമിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. നിങ്ങളുടെ ബ്രാൻഡ് നെയിം അറിയാത്ത ഓഡിയൻസിന് വേണ്ടിയിട്ട് ഷോറൂമിൻ്റെ ആ ഒരു സർവീസുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും. നമ്മൾ ജി ഹോം ഇൻറ്റീരിയേഴ്സ് 100% കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇൻറ്റീരിയേഴ്സ് ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് കാലിക്കറ്റ് തൊണ്ടയാടാണ് ഓഫീസ് വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആക്ച്വലി മർക്കസ് നോളജ് സിറ്റിയിലാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ നോക്കിയാൽ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിൽ നല്ലൊരു ഫ്ലാറ്റ് അല്ലേ, അതും ഫ്രഷ് ആയിട്ടുള്ള ഒരു പുതിയ ഫ്ലാറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ക്യാപ്കോൺ ബിൽഡേഴ്സിൻ്റെ ഫ്ലാറ്റാണ് ഇതല്ലേ ശരിക്കും? ക്യാപ്കോൺ ടവർ 2 റൈറ്റ്. ജി ഹോം ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻസ്, ചലഞ്ചസ്, ക്ലയൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന റിക്വയർമെൻറ്റ്സ്, ഇതൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? നമ്മുടെ ക്ലയൻറ്റ് അഫ്സൽ സാർ വന്നിട്ട് നമുക്ക് ഈ ഒരു ഇൻറ്റീരിയർ വർക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് നമ്മളോടാകെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓവറോൾ ഔട്ട്പുട്ട് വരുമ്പോൾ ഒരു ലക്ഷറിയസ് ഫീൽ വരണം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസമാണ് ഇത് ഹാൻഡ് ഓവർ ചെയ്തത്. ബാക്കി എല്ലാ ഫ്രീഡും നമുക്ക് തന്നെ നമ്മുടെ ടീമിന് തന്നെ ആയിരുന്നു തന്നത്. അതായത് ഒറ്റ റിക്വയർമെന്റേ ഉള്ളൂ, സാധനം ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾ 100% വിശ്വസിക്കുന്നു? അതെ, വിശ്വസിക്കുന്നു. ഓക്കെ, ബാക്കി നമുക്ക് കണ്ടിട്ട് തീരുമാനിക്കാം അല്ലേ. ബെഡ്റൂമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമിലാണ്. മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയാം അല്ലേ. ഇതിന്റെ സൈസ് എത്രയാണെന്ന് പറയാമോ? ഇതിന്റെ സൈസ് വന്നിട്ട് 3.9 by 3.6 ആണ്. 3.9 മീറ്റർ ഇവിടെ, അതായത് 13 അടി നീളം വരും. ഇങ്ങോട്ട് വരുമ്പോൾ 3.6 ആണ് വരുന്നത് അല്ലേ. 12 അടി ഇതിന് വീതിയും വരുന്നുണ്ട്. ഒരു മീഡിയം സൈസ് റൂം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ വാൾഡ്രോപ്സ് ഒക്കെ വന്നിട്ട് വാളിനോട് ചേർന്നിട്ട് തന്നെയാണ് സെറ്റ് ചെയ്യാൻ നോക്കിയത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളൊരു വാർഡ്രോബ് ആട്ടോ. അതിൻ്റെ ഒരു ലാമിനേറ്റ് മെറ്റീരിയൽ ശ്രദ്ധിച്ചാൽ തന്നെ ഫ്ലൂട്ടഡ് അക്രിലിക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഷാമ്പയിൻ ഗോൾഡിൽ വരുന്ന ഹാൻഡിലൊക്കെ നൽകി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കോട്ടിലേക്ക് വരികയാണെങ്കിൽ ക്യൂൻ സൈസുള്ള ഒരു കോട്ടാണ് നൽകിയിരിക്കുന്നത്. ഹെഡ് ബോർഡ് എല്ലാം കുഷൻ കവേർഡ് ആയിട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുള്ള സൈഡ് ടേബിൾ
ഫർണിച്ചറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേ നിങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ടാണോ ഫർണിച്ചേഴ്സ് ഒക്കെ ചെയ്യുന്നത്? അതെ, 100% കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെയാണ് ഫർണിച്ചേഴ്സ് ചെയ്യാറ്. പിന്നെ വൺസ് നമുക്ക് കസ്റ്റമർ ഒരു ഡിസൈൻ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് അതേമാതിരി തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കാം. യെസ്. ആൻഡ് ഈ ഒരു ലൊക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ റൂമിന്നും ബാൽക്കണി സ്പേസും നമ്മൾ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് ലഭിക്കുക. ആ ഒരു ലാൻഡ്സ്കേപ്പും മലനിരകളും അവിടെ നിന്ന് ഇങ്ങനെ രാവിലെ കോടമഞ്ഞ് ഇങ്ങനെ വരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ചും നമ്മൾ ഈ നോളജ് സിറ്റിക്കകത്താകുന്ന സമയത്ത് ഇവിടെയുള്ള അമ്യൂണിറ്റീസും അതേപോലെ സൗകര്യങ്ങൾ, കോളേജസ്, കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തുചേരുന്ന ഒരു പ്ലേസ് ആണ് ശരിക്കും ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം. അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ക്യൂൻ സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. നല്ല ഭംഗിയുള്ള ഒരു കളർ തീമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വാൾ പാനലിംഗിലേക്ക് വരികയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു കാലിഗ്രഫി മോഡൽ വാൾ പിക്ചറായിട്ട് നൽകിയിട്ടുണ്ട്. സൈഡ് ടേബിൾ നൽകിയിരിക്കുന്നു. ഒരു ഭാഗത്ത് മരക്കട്ടിൽ നൽകിയിട്ടുണ്ട്. ഇവരുടെ പേരൻസ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഈ മരക്കട്ടിൽ തന്നെ നിർബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു മരക്കട്ടിൽ ഈ ഭാഗത്ത് ഒരു സിംഗിൾ സീറ്ററായിട്ട് സിംഗിൾ കോട്ടായിട്ട് നൽകിയിരിക്കുന്നു. ഇവിടെ വാർഡ്രോബ് സ്പേസ് നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ, അതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് റൂമിലേക്ക് പോവാം. മൂന്നാമത്തെ റൂം കിഡ്സ് ബെഡ്റൂം ആണ്. ഇതാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇതാ ഈ ഭാഗത്താണ്. നേരെ കയറി വരുന്ന സമയത്ത് ഇതൊരു കിഡ്സ് ബെഡ്റൂം ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് ഇതിന്റെ കോട്ടാണ്. ഇങ്ങനെ ഡബിൾ ഡെക്കർ സ്റ്റൈലിലാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും ആഗ്രഹിച്ച ഒരു സംഭവങ്ങളിൽ ഒന്നാണ് കോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ഡബിൾ ഡെക്കർ ആയിട്ടുള്ള ഒരു കോട്ട് ചെയ്യുക എന്നുള്ളത്. അതാവുന്ന സമയത്ത് നമുക്ക് എല്ലാവരോടും ഇരുന്ന് നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇവിടെ ഉറങ്ങാനൊക്കെ കഴിയുന്ന രീതിയിലാണ്. ഇവിടെ വേണമെങ്കിൽ ട്രിപ്പിൾ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കട്ടെ. ഏറ്റവും അടിയിൽ വേറൊരു കോട്ട് കൂടെ വരുന്നുണ്ട്. അതൊരു സിംഗിൾ കോട്ടായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇത് നമുക്ക് പുറത്തോട്ട് എടുത്തിട്ട് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ എല്ലാ മക്കൾക്കും ഒരുമിച്ച് ഈ ഒരു റൂമിൽ തന്നെ സ്റ്റേ ചെയ്യാനുള്ള സെറ്റപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആ ഒരു പൈൻ ഷെയ്ഡൊക്കെ വരുന്ന രീതിയിലാണ് കോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് കയറാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സുകളൊക്കെ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് സ്പേസ് വരുന്നത് സ്ലൈഡിംഗ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും ഇതേപോലെ വാളിൽ ഈ ഒരു ടേബിൾ സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ മിക്ക വീടുകളിലും കാണുന്നുണ്ട്. നമ്മൾ തന്നെ ഒരു വീഡിയോ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ചെയ്തിട്ട് 14 ലക്ഷത്തിലധികം ആളുകളാണ് അത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് വന്നിട്ട്. ഇവിടെ നമുക്കൊരു മീഡിയം സ്പേസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയ സ്പേസിൽ നമുക്ക് എത്രത്തോളം ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റുമോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോഴേ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചതെന്ന് പറയാമോ? നമ്മുടെ കൗണ്ടർ ടോപ്പ് വന്നിട്ട് നമ്മൾ കോട്ട്സ് ആണ്. ഓക്കെ. പിന്നെ കബോർഡ്സ് ഒക്കെ വന്നിട്ട് അക്രിലിക്കിലാണ് ചെയ്തിരിക്കുന്നത്. അക്രിലിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഫ്ലാറ്റിലൊക്കെ കിച്ചൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ ഒരു സ്പേസ് നമുക്ക് ആവശ്യത്തിന് കിട്ടില്ല. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കിച്ചണിൽ സ്റ്റോർ ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നല്ല രീതിയിൽ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടാണ് നിങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം. കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിരിക്കുന്നത്. ഇതും വൈറ്റ് കളറിൽ കോഡ്സിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റൊക്കെ നൽകിയിട്ടുണ്ട്. രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഡൈനിങ് ടേബിളിലേക്ക് പോകേണ്ട, ഇവിടുന്ന് തന്നെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സാധിക്കും. 2 പേർക്ക് ഇരിക്കാനുള്ള ചെയർ അവിടെ നൽകിയിട്ടുണ്ട്. ടോൾ യൂണിറ്റിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ സ്റ്റോർ ചെയ്യാൻ സ്റ്റോർ റൂം ഇല്ലെങ്കിലും ഈ ടോൾ യൂണിറ്റ് മതിയാവുന്നതാണ്. ഇവിടെ ഒരു ഓവൻ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിട്ട് ഇത് നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ച് നേരം ഇരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇൻബിൽട്ട് ആയിട്ടൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെ തന്നെ നൽകിയിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ കിച്ചൺ ചെയ്യുന്ന സമയത്തും ഇതുപോലെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വേണമെന്ന് നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുന്ന ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. നല്ല സൗകര്യം കിട്ടുന്നൊരു കാര്യം കൂടി ആയിരിക്കും. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് പിന്നെ നമുക്ക് കാണാനുള്ളത് ഡിഷ് വാഷറാണ്. ഡിഷ് വാഷർ സിങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെ നൽകിയിരിക്കുന്നു. നമുക്ക് പാത്രങ്ങൾ പെട്ടെന്ന് തന്നെ ഡിഷ് വാഷറിലേക്ക് വെക്കാനും സാധിക്കും. ഇനി നമുക്ക് വരാനുള്ളത് കിച്ചണിൽ നൽകിയിരിക്കുന്ന ആക്സറീസിലേക്കാണ്. ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇതേ രീതിയിലുള്ള വിക്കർ ബാസ്ക്കറ്റുകളിലാണ്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ കട്ട്ലറി ബാസ്ക്കറ്റ് വരുന്നുണ്ട്. ഇതിലാണ് നമ്മുടെ സ്പൂണ്, കത്തി കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. തൊട്ടടുത്ത് തന്നെ നമുക്ക് ഓയിൽ പുള്ളൗട്ട് നൽകിയിട്ടുണ്ട്. ഇതിലാണ് നമ്മുടെ ബോട്ടിൽ വെളിച്ചെണ്ണ, അതേപോലെ ഓയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സ്റ്റോർ ചെയ്യുന്ന സ്പേസ് എന്ന് പറയുന്നത്.
സ്റ്റോൾ യൂണിറ്റിൽ ഇതുപോലൊരു ആക്സറീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ബേക്കറി ഐറ്റംസ്, ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഫുഡ് ഐറ്റംസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ സ്റ്റോർ റൂമിൽ സ്റ്റോർ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതേപോലെ ഒരു ടോൾ യൂണിറ്റിനകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ക്ലീനിങ് ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മോപ്പും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ ഡോറ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ മോപ്പുകളൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ആ ഒരു ഹുക്കുകൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പേസ് സെപ്പറേറ്റ് അതിനും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ ശരിക്കും ഒരു ഇൻറ്റീരിയർ ഡിസൈനറോട് നമ്മൾ പറയുമ്പോഴാണ് അവർ ഇതേ രീതിയിലുള്ള സെറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. ഓരോ സൗകര്യത്തിനും ഇന്ന് നമുക്ക് നിരവധിയായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിലേതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്, നമ്മുടെ ബഡ്ജറ്റിന് ചേരുന്നെന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. തിരികെ നമ്മൾ ജിയോ ഹോമിലേക്ക് വരികയാണെങ്കിൽ അവരുടെ സർവീസസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങളുടെ ഓഫീസ് ലൊക്കേഷൻ ഒന്നുകൂടെ ആളുകൾക്ക് മറന്നു പോയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയും. കാലിക്കറ്റ് തൊണ്ടയാടാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. നമ്മുടെ ഓഫീസിനോട് ചേർന്ന് തന്നെ നമുക്കൊരു എക്സ്പീരിയൻസ് സെന്ററും കൂടി ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി ടച്ച് ആൻഡ് ഫീൽ ചെയ്യാവുന്നതാണ്. ഇവരുടെ എക്സ്പീരിയൻസ് സെന്ററിൽ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുമ്പ് നമ്മൾ അവിടുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട്. എക്സ്പീരിയൻസ് സെന്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ ഇന്റീരിയർ ചെയ്തു തരുന്നത് അതേ ക്വാളിറ്റിയിൽ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഫേർണിച്ചേഴ്സും ഇവരുടെ ഷോറൂമിൽ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു കളർ സെൻസ്, ഇവർ ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി, ആക്സറീസിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കിയിട്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷനോട് തന്നെ ഇവർക്ക് വർക്ക് ഏൽപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലേ. സോ നിങ്ങളുടെ സർവീസസ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യം ഒന്നുകൂടെ ഒന്ന് പറയുക. വീടായിക്കോട്ടെ, ഇതുപോലുള്ള ഫ്ലാറ്റ് ആയിക്കോട്ടെ, എവിടെയാണെങ്കിൽ നമ്മൾ ഇന്റീരിയേഴ്സ് ചെയ്യുന്നതായിരിക്കും. വാൾഡ്രോബ്സ്, മോഡുലർ കിച്ചൺസ്, ഫർണിഷിങ്സ്, എല്ലാ ഇന്റീരിയേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഫുൾ സൊല്യൂഷൻ ആയിട്ട് ഇന്റീരിയറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, എസ്പെഷ്യലി മോഡുലാർ കിച്ചൺ ആണെങ്കിലും നമ്മുടെ ബെഡിലേക്ക് ആവശ്യമായിട്ടുള്ള കോട്ട്, വാർഡ്രോബ്സ്, ഇനിയിപ്പം ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്സ്, TV യൂണിറ്റ്സ്, അങ്ങനെ കംപ്ലീറ്റ് ഇൻറ്റീരിയർ സൊല്യൂഷൻസും ഇവർ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? യെസ്, ഇവരുടെ ഇൻറ്റീരിയർ സൊല്യൂഷൻസ് ഒക്കെ ഇവരുടെ സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ നൽകുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇവരെ വിളിക്കാവുന്നതാണ്. ഷോറൂമിൻ്റെ ലൊക്കേഷനും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കാം. അപ്പം എക്സ്പീരിയൻസ് സെൻറ്റർ ആവശ്യമുള്ള ആളുകൾക്ക് നേരിട്ട് ഷോറൂമിലേക്ക് വരാൻ സാധിക്കും. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.